ഹായ്, എൻ്റെ പേര് ഫാത്തിമ നൗഷിദ. ഞാൻ മലപ്പുറം ജില്ലയിലെ വേങ്ങര എന്ന് പറയുന്ന സ്ഥലത്തു നിന്നാണ്. എൻ്റെ ഒരു എഡ്യൂക്കേഷണൽ ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുമ്പോൾ ഞാൻ BA സോഷ്യോളജി ഗ്രാജുവേറ്റ് ആണ് ഫ്രം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി. ആൻഡ് ഞാൻ എന്തുകൊണ്ട് ഇപ്പോൾ PG എടുത്തെന്ന് ചോദിച്ചാൽ, ഞാൻ +2 പഠിക്കുന്ന സമയം തൊട്ടേ എനിക്ക് പഠിച്ച് സ്വന്തമായിട്ട് ഏൺ ചെയ്യണമെന്ന് ഭയങ്കരമായിട്ട് താല്പര്യമുള്ളൊരു വ്യക്തിയായിരുന്നു. പക്ഷേ പിന്നീട് എപ്പോഴോ കല്യാണത്തിന് ശേഷം പിന്നെ കുട്ടികളായി അങ്ങനെയൊക്കെ ആ ഒരു സിറ്റുവേഷൻ വന്നപ്പോൾ ഞാൻ പിന്നെ എപ്പോഴോ പഠിക്കണം, ജോലിക്ക് പോകണം എന്നുള്ളൊരു മൈൻഡ് വിട്ട് ഞാനൊരു ഹൗസ് വൈഫ് മാത്രമായിട്ട് മാറി. ആൻഡ് ദെൻ എനിക്ക് 2 കുട്ടികളായതിനു ശേഷം പിന്നെ എൻ്റെ ഹസ്ബൻഡ് പണ്ട് മുതലേ ഭയങ്കര സപ്പോർട്ടായിരുന്നു, പഠിക്കുകയും ജോലിക്ക് പോകുമെന്ന് പറഞ്ഞിട്ട്. പക്ഷെ ഞാനാണ് അതിന് സ്റ്റെപ്പ് ബാക്ക് ചെയ്തുകൊണ്ടിരുന്നത്. ആൻഡ് പിന്നെ നമുക്കിങ്ങനെ മക്കളൊക്കെ ആയി നമുക്ക് പ്രാരാബ്ദങ്ങൾ കൂടിക്കൊണ്ടിരിക്കുകയാണ്. ജീവിതത്തിൻ്റെ ഓരോ ഫേസിലും നമുക്ക് ഫിനാൻഷ്യലി നല്ല സപ്പോർട്ട് വേണം എന്നൊക്കെ മനസ്സിലാക്കി തുടങ്ങിയപ്പോൾ ഞാൻ വിചാരിച്ചു നമുക്ക് പഠിച്ചിട്ട് എന്തെങ്കിലും ജോലി, ഹസ്ബൻഡിന് മാത്രമല്ല എനിക്ക് കൂടെ ഉണ്ടെങ്കിലേ ഇനിയുള്ള കാലത്ത് ഒരു ഫാമിലി സ്മൂത്തായിട്ട് മുന്നോട്ട് പോകുന്നൊരു ചിന്ത എപ്പോഴും എൻ്റെ മനസ്സിൽ വന്നു. അതിനുശേഷം ഞാൻ ഇങ്ങനെ ഒരുപാട് അന്വേഷിച്ചു. ഒരുപാട് എന്ന് പറഞ്ഞാൽ ലേൺ വൈസുമായിട്ട് തന്നെ ഞാൻ ഒത്തിരി തവണ കോണ്ടാക്ട് ചെയ്തിട്ടുണ്ട് എൻ്റെ PGയുമായി ബന്ധപ്പെട്ടിട്ട്. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് എനിക്ക് PG എന്നുള്ളത് വിട്ടിട്ട് ഞാൻ B.Edലോട്ട് ചാടി. പിന്നെ B.Ed വിട്ടിട്ട് ഞാൻ തിരിച്ച് PGയിലോട്ട് തന്നെ വന്നു. പിന്നെ എനിക്ക് കോഴ്സസ് എന്തെങ്കിലും ചെയ്താലോ എന്ന് അന്വേഷിച്ചു. അങ്ങനെ ഒരുപാട് ഡിസ്കഷൻസും ഒരുപാട് അന്വേഷണങ്ങൾക്കൊക്കെ ശേഷമാണ് ഞാൻ PG എന്ന് പറയുന്ന ഒരു ഫൈനൽ ഡിസിഷനിൽ എത്തുന്നത്. സോ അതാണ് ഞാൻ PG എടുക്കാനുള്ള ഒരു കാരണമായി. പണ്ട് ഞാൻ +1 പഠിക്കുന്ന സമയത്ത് തന്നെ ഈ നമ്മൾ സ്കൂളുകളിൽ സെമിനാർ പ്രസൻറ്റേഷൻസ് ഒക്കെ വരുന്ന സമയത്ത് അത് നല്ല രീതിയിൽ പ്രസൻറ്റ് ചെയ്യുമ്പോൾ എന്നോട് ഒത്തിരി ടീച്ചേഴ്സ് പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് ഭാവിയിൽ ഒരു ടീച്ചർ ആവാനുള്ള ക്വാളിറ്റി ഉണ്ട് എന്നുള്ളത്. പക്ഷെ ഞാൻ അന്ന് അത്ര സീരിയസ് ആക്കി എടുത്തില്ല. പിന്നെ ഒരു ജോലി എന്നുള്ളത് ഇങ്ങനെ ആലോചിക്കുമ്പോൾ എൻ്റെ മനസ്സ് എപ്പോഴും പോയിരുന്നത് ആസ് എ ടീച്ചർ അല്ലെങ്കിൽ ടീച്ചർ എന്ന് പറയുന്ന ഒരു ടീച്ചിങ് എന്ന് പറയുന്ന ഒരു മേഖലയിലോട്ടായിരുന്നു. സോ അതുകൊണ്ടാണ് ഞാൻ PG ചൂസ് ചെയ്തത്. ആൻഡ് ആഫ്റ്റർ ഞാൻ PG ചെയ്തതിന് ശേഷം ഞാൻ ഐ വാണ്ട് ടു ഡു B.Ed ഇൻ സോഷ്യൽ സയൻസ്. ആൻഡ് എൻ്റെ ലൈഫ് ഗോൾസ് എന്ന് പറഞ്ഞാൽ ഓഫ് കോഴ്സ് ഒരു ടീച്ചർ ആവണം എന്നുള്ളത് തന്നെയാണ് മെയിൻ ഗോൾ എന്ന് പറയുന്നത്. ആൻഡ് ആഫ്റ്റർ ദാറ്റ് എനിക്ക് എൻ്റെ ഹസ്ബൻഡിൻ്റെ കൂടെ എൻ്റെ മക്കളുടെ കൂടെ ഫാമിലി ആയിട്ട് നിൽക്കണം. സോ എൻ്റെ ഹസ്ബൻഡ് ഒരു പ്രവാസിയാണ്, അതായത് അദ്ദേഹം ഒരു അബ്രോഡ് വർക്ക് ചെയ്യുന്ന വ്യക്തിയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഞങ്ങളിവിടെയും ഹസ്ബൻഡ് സൗദിയിലും ആയിട്ടാണ് ജീവിച്ചു പോകുന്നത്. പക്ഷെ അങ്ങനെയല്ല, എൻ്റെ മക്കളും എൻ്റെ ഹസ്ബൻഡും ഞാനും ഞങ്ങൾ 4 പേരും കൂടെ ഒരുമിച്ചുള്ള ലൈഫാണ് ഏറ്റവും വലിയൊരു സ്വപ്നം. ആൻഡ് ഓൾസോ ഒരു ഫിനാൻഷ്യൽ സപ്പോർട്ട് വേണമെന്നുള്ളതാണ്. സോ എനിക്ക് നാട്ടിൽ വർക്ക് ചെയ്യുന്നതിനേക്കാളും എനിക്ക് ആഗ്രഹം അബ്രോഡ് പോയിട്ട്, അതായത് സൗദിയിലൊക്കെ പോയിട്ട് വർക്ക് ചെയ്യണമെന്നാണ് ഹസ്ബൻഡിൻ്റെ കൂടെ നിന്നുകൊണ്ട്. പിന്നെ എൻ്റെ ഉപ്പാനായാലും എൻ്റെ ഹസ്ബൻഡിനായാലും ഫിനാൻഷ്യലി സപ്പോർട്ട് ചെയ്യണം ഭയങ്കരമായിട്ട്. എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ ചെറിയ രീതിയിൽ സപ്പോർട്ട് ചെയ്യണം എന്നുള്ളതൊക്കെയാണ് ലൈഫിൽ ഇപ്പോഴത്തെ ആഗ്രഹങ്ങൾ വന്നിട്ട്. ഇങ്ങനെയുള്ള ഒത്തിരി ആഗ്രഹങ്ങൾ മനസ്സിൽ വെച്ചിട്ടാണ് ഞാൻ PG എന്ന് പറയുന്ന ഒരു വലിയ ഒരു കർത്തവ്യം ഏറ്റെടുത്തിട്ടുള്ളത്. താങ്ക് യു സോ മച്ച്.